കറൻ്റ് നയാഗ്രയുടെ US സൈഡിലെത്തിയിട്ടുണ്ട്. ജസ്റ്റ് എനിക്കത് വീഡിയോ എടുക്കാൻ പറ്റില്ല. ഫസ്റ്റ് ഞാനിപ്പോൾ തിരിച്ച് വീണ്ടും നടന്ന് തന്നെ US നിന്ന് കാനഡയിലോട്ട് പോവാണ്. സോ ജസ്റ്റ് ഫസ്റ്റ് ഞാൻ കാനഡ സൈഡിലാണ് വന്നത്. സോ അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ US വിസ ഉണ്ടായിരുന്നു. സോ US കയറി ജസ്റ്റ് USൻ്റെ എന്താ പറയുന്നത് ഈ സൈഡൊക്കെ നയാഗ്ര സൈഡിൽ നിന്ന് എക്സ്പ്ലോർ ചെയ്തിട്ട് വീണ്ടും തിരിച്ച് കാനഡയ്ക്ക് നടക്കാൻ പോവാണ്. സോ വീഡിയോ എടുക്കാൻ മാക്സിമം ട്രൈ പറ്റുന്ന രീതിയിലൊക്കെ വീഡിയോ എടുക്കാം. എനിക്കൊന്ന് US സൈഡിൽ ഇനി എമിഗ്രേഷൻ ഇല്ല, കാനഡ സൈഡിലേ ഉള്ളൂ. പക്ഷേ ആ വ്യൂ അടിപൊളിയായിരുന്നു. പിന്നെ രീഷ്മ അവിടെ വെയിറ്റ് ചെയ്യും. രീഷ്മയ്ക്ക് US വിസ ഇല്ലാത്തതുകൊണ്ട് രീഷ്മ അവിടെ കനഡ സൈഡിൽ വെയിറ്റ് ചെയ്യാണ്. സോ നമുക്ക് ബാക്കി അവിടെ ചെന്നിട്ട് കാണാം. സോ ഇപ്പോൾ കറൻ്റ് റെയിൻബോ ബ്രിഡ്ജ് എന്ന് പറയും USൻ്റെയും കാനഡയുടെയും ഒരു ബോർഡറാണ്. സോ നമുക്കിവിടെ രണ്ട് സൈഡിൽ വരാം. ഒന്ന് പെഡസ്ട്രിയൻ ആക്സസും നടന്നും പോവാം, രണ്ട് കാറിലും പോവാം. കാറിൽ നല്ല ക്യൂ ഉണ്ട്. സോ ഞാൻ എന്ത് ചെയ്യുന്നത് വെച്ചാൽ എൻ്റെ കാറ് കാനഡ സൈഡിൽ പാർക്ക് ചെയ്തിട്ട് ജസ്റ്റ് നടന്നു വന്നു. ഒരു 10-15 മിനിറ്റ് വാക്കുണ്ട്. ബട്ട് സ്റ്റിൽ ഒരു എക്സൈറ്റ്മെൻറ്റാണ്. നമ്മളൊരു എന്താ പറയുന്നത് ഒരു ഇൻ്റർനാഷണൽ ബോർഡർ വാക്ക് ഫസ്റ്റ് ടൈമാണ് ഞാൻ നടന്നു കയറുന്നത്. സോ ഇതൊക്കെ ഉണ്ടല്ലോ, ഇതെല്ലാം കാനഡയിൽ നിന്ന് US പോകാനുള്ള കാറുകളുടെ ക്യൂ ആണ്. സോ അതുപോലെ വേറെ കുറച്ച് ആൾക്കാർ നടന്നും പോകുന്നുണ്ട്. ഇതിപ്പോൾ നമ്മൾ തിരിച്ച് കാനഡ സൈഡിലോട്ടാണ് പോകുന്നത്. പിന്നെ ആ സൈഡിൽ കാണുന്നതാണ് കാനഡ വ്യൂ. സോ റൈറ്റ് സൈഡിൽ കാണുന്നത് കാനഡയും ലെഫ്റ്റ് സൈഡിൽ കാണുന്നത് US ആണ്. നമുക്ക് ആ കാണുന്ന റെഡ് കളറുള്ള നമ്മുടെ കാനഡ സൈഡിലുള്ള ബോട്ട് സർവീസാണ് നമുക്ക് ഫോളിൻ്റെ അടുത്തോട്ട് പോകാനുള്ളത്. സോ നമ്മൾ ഒഫീഷ്യലി ബ്രിഡ്ജിലേക്ക് എൻട്രി ആണ്. ഈ ബ്രിഡ്ജിൻ്റെ ഓൾമോസ്റ്റ് ഹാഫ് USഉം ഹാഫ് കാനഡയാണ്. ഈ ബ്രിഡ്ജിൽ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് USൻ്റെയും കാനഡയുടെയും രണ്ട് സൈഡിലും പ്രോപ്പർ വ്യൂ കിട്ടും നമുക്ക്. ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ബോട്ട് എന്നാണ് മെയ്ഡ് ഓഫ് മിസ്റ്റാണ്. അത് USൻ്റെ ബോട്ടും റൈറ്റ് സൈഡിൽ കാണുന്ന റെഡ് കളർ കാനഡയുടെ ബോട്ടുമാണ്. നമ്മളിപ്പോൾ ഓൾമോസ്റ്റ് ഇൻ്റർനാഷണൽ ബോർഡറിൻ്റെ അടുത്തോട്ട് എത്തുകയാണ്. അവിടെ ഒരു മാർക്കിംഗ് ഉണ്ട് ബ്രിഡ്ജിൻ്റെ നടുക്ക്, ഒരു ഫ്ലാഗും ഉണ്ട്. അതാണ് ഇൻ്റർനാഷണൽ ബോർഡർ, US കാനഡ ഇൻ്റർനാഷണൽ ബോർഡറാണ്. സോ ഇത് നമുക്കൊരു നല്ല വ്യൂ ഉണ്ട്. സോ ഫ്ലാഗ് കാണുന്ന ഇൻ്റർനാഷണൽ ബോർഡർ, US കാനഡ ബോർഡറാണ്. സോ ഇവിടെ ഒരു ചെറിയൊരു മാർക്കിങ്ങും ഒരു ലൈനും ഉണ്ട്. അതാണ് ഇൻ്റർനാഷണൽ ബോർഡർ, US കാനഡ ബോർഡറാണ് ഈ ഫ്ലാഗും ആ ലൈനും. International border line. So ഇത് ഒഫീഷ്യൽ ബോർഡറാണ് USൻ്റെയും കാനഡയുടെ. സോ ഇതാണ് എക്സാക്ട്ലി US കാനഡ ബോർഡറിൽ നിന്നുള്ള റെയിൻബോ ബ്രിഡ്ജിൻ്റെ സെൻറ്ററാണ് ഇപ്പോൾ ഇത്. അവിടെ നല്ല വ്യൂ ആണ് നയാഗ്രയുടെ. ലെഫ്റ്റ് സൈഡിൽ കാണുന്നത് US ഫോൾസും റൈറ്റ് സൈഡിൽ നടുക്ക് കാണുന്നത് കാനഡ ഫോൾസുമാണ്. സോ നമുക്ക് ഇപ്പോൾ നമ്മൾ പതുക്കെ ജസ്റ്റ് US കാനഡ ബോർഡർ കഴിഞ്ഞിട്ട് കാനഡയിലോട്ട് എൻ്റർ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് കാനഡ ഇമിഗ്രേഷനാണ്. സോ അവിടെ നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല. ബട്ട് ജസ്റ്റ് കാനഡ ഇമിഗ്രേഷനുണ്ട്. അത് കഴിഞ്ഞിട്ട് തിരിച്ച് കാനഡയിലോട്ട് പോകും. വേറെ ബാക്കി ഒരു വെറൈറ്റി എക്സ്പീരിയൻസ് ആയിരുന്നു. ഒരു ആദ്യമായിട്ടൊരു രാജ്യത്തിൻ്റെ ബോർഡർ വാക്കിംഗ് ക്രോസ് ചെയ്തുകൊണ്ട്. കാനഡയിൽ നിന്ന് ഞാൻ എക്സിറ്റ് ചെയ്തപ്പോൾ എനിക്കൊരു $1 കനഡിയൻ അവിടെ പേ ചെയ്യണമായിരുന്നു. പിന്നെ US എൻ്റർ ചെയ്തപ്പോൾ അവിടെ ഇമിഗ്രേഷനിൽ എനിക്ക് $6 പേ ചെയ്തു. വേറെ ഫീസൊന്നും അങ്ങനെ ഇല്ലായിരുന്നു. ബട്ട് ഒരു നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ നല്ല നയാഗ്രയുടെ ഒരു സൂപ്പർ വ്യൂ ഉണ്ട്. സോ അതുകൊണ്ട് അടിപൊളിയായിരുന്നു. ജസ്റ്റ് ഒരു 10 മിനിറ്റ്സ് വാക്ക് റെയിൻബോ ബ്രിഡ്ജിൽ കൂടെ ജസ്റ്റ് US സൈഡ് പോയി
കുറേ അവിടെ ജസ്റ്റ് എല്ലാം സെയിം ഒരു ഫോൾസിൻ്റെ ഒരു സൈഡ് കണ്ടു തിരിച്ചു വന്നു. മേഡ് ഓഫ് മിസ്റ്റേക്ക് കയറിയില്ല, കാരണം ഓൾറെഡി രീഷ്മ ഇവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഞാൻ തിരിച്ചു വന്ന് ഞങ്ങളുടെ കനഡിയൻ സൈഡിൽ പോകാമെന്ന് വിചാരിച്ചു. സോ ഇനി നെക്സ്റ്റ് ഓൾമോസ്റ്റ് ആയതിപ്പം കനഡിയൻ സൈഡെത്തി. ഇത് കനഡിയൻ ബോർഡറാണ്. സോ അവിടെ എമിഗ്രേഷൻ കഴിഞ്ഞിട്ട് നേരെ രീഷ്മ അവിടെ റെസ്റ്റോറൻറ്റിൽ ഇരുന്ന് ഫുഡ് കഴിക്കുകയാണ്. സോ രീഷ്മയുടെ അടുത്തോട്ട് പോകണം. സോ അങ്ങനെ കനഡിയൻ ഇമിഗ്രേഷൻ കഴിഞ്ഞ് തിരിച്ച് കാനഡയിലെത്തി. സോ അവിടെ അങ്ങനെ ആരും ഇല്ല, ക്യൂ ഒന്നും ഇല്ല. ജസ്റ്റ് വളരെ കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു. ജസ്റ്റ് ഒരു 5 മിനിറ്റ്സിൽ കഴിഞ്ഞു. സോ അവർ ജസ്റ്റ് തിരിച്ച് വരുമ്പം ജസ്റ്റ് നമ്മുടെ പാസ്പോർട്ടും വിസയെല്ലാം കാണിച്ചു. വേറെ കാര്യമായിട്ടുള്ള പ്രൊസീജിയേഴ്സ് ഒന്നുമില്ല. സോ തിരിച്ച് സ്മൂത്തായിട്ട് കാനഡയിലെത്തി. സോ ഇനിയിപ്പോൾ അതൊക്കെ രീഷ്മ എവിടെയോ ഒരു റെസ്റ്റോറൻറ്റിലുണ്ട്. സോ നമുക്ക് രീഷ്മേനെ പോയി കണ്ടുപിടിക്കണം ഫസ്റ്റ്. എന്നിട്ട് ബാക്കി നയഗ്ര ഫോൾസ് കാനഡ, ഇപ്പോൾ ഞാൻ കാനഡ സൈഡിലുള്ള ബാക്കി എക്സ്പ്ലോർ ചെയ്യാം. ഇപ്പോൾ നമ്മൾ കാണുന്നത് പറഞ്ഞത് കാനഡ സൈഡിൽ നിന്ന് എന്നിട്ട് US ആ കാണുന്നത് ഓപ്പോസിറ്റാണ് US ഫോൾസ് ആണത്. സോ ആ കാണുന്ന ഓപ്പോസിറ്റ് ആ ഒരു ഗ്രീൻ ബിൽഡിംഗ് ഉണ്ട്. അവിടെയാണ് ഞാൻ ആദ്യം അവിടെ വരെയാണ് പോയിട്ട് വന്നത്. സോ അത് US ആണ്. സോ ഇവിടുന്ന് റൈറ്റ് സൈഡിൽ എടുത്തെങ്കിൽ ഇത് കനഡിയൻ സൈഡ്, കനഡിയൻ ഫോൾഡ് വ്യൂ ആണ്. സോ ഇത് നമ്മുടെ കനഡിയൻ സൈഡാണ് നയഗ്ര ഫോൾസിൻ്റെ. പക്ഷേ കുറച്ചുകൂടെ കമ്പാരിറ്റീവ്ലി കാനഡിയൻ സൈഡിലാണ് കുറച്ചുകൂടെ ആക്ടിവിറ്റീസും റെസ്റ്റോറൻറ്റ്സും ആൾക്കാരൊക്കെ ഉള്ളത്. US സൈഡ് അത്ര ഒരു കമ്പാരിറ്റീവ്ലി കമ്പയർ ചെയ്യുമ്പോൾ കാനഡ സൈഡിന് അത്രയും പോരാ. ഇനി ഒന്ന് നമ്മുടെ ഫോൾസിൻ്റെ അടുത്ത് പോകുന്ന ബോട്ടിൻ്റെ വ്യൂ കൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇന്ന് ആക്ച്വലി സൺഡേ അല്ലേ, അതുകൊണ്ടാണ് നല്ല ക്രൗഡഡാണ്. സോ കുറച്ചുകൂടെ നമ്മുടെ കനഡിയൻ ഫോൾസിൻ്റെ വ്യൂ ആണ്. സോ കാണുന്നതാണ് കനഡിയൻ വ്യൂ, കനഡിയൻ ഫോൾസ്. സോ അവിടെ നിന്ന് നേരെ ലെഫ്റ്റിൽ തൊട്ടടുത്ത് US ഫോൾസ്. സോ നമുക്ക് പതുക്കെ നടക്കാം. എന്നുള്ളത് അങ്ങ് ദൂരെ കാണുന്ന ബിൽഡിംഗ് ആണല്ലേ, അവിടെ രീഷ്മ വെയിറ്റ് ചെയ്യുന്നത്. സോ ഇത് കുറച്ച് നടക്കാനുണ്ട്. ഇമിഗ്രേഷൻ്റെ അവിടെ നിന്ന് ഞാൻ അത്യാവശ്യം നല്ലപോലെ നടക്കാനുണ്ട് ഇവിടെ. കാരണം ഒരു വീക്ക് ഡേ ആയതുകൊണ്ട്, എന്താ പറയുക, സോറി ഇന്ന് വീക്കെൻഡ് അല്ലേ, സൺഡേ ആകുമ്പം ഈ ഏരിയയിലുള്ള എല്ലാവരും വരുന്നൊരു സ്ഥലമല്ലേ. സോ നല്ല ക്രൗഡഡാണ്.